വേനൽ കടുത്തു. കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുകയാണ് തൊടുപുഴ, കോലാനി, കൊന്നക്കമല നിവാസികൾ. വിവിധ കുടിവെള്ള പദ്ധതികളുടെ ഭാഗമായി വലിയ വാട്ടർ ടാങ്ക് ഉൾപ്പെടെ ഈ പ്രദേശത്തുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും ഇവിടുത്തുകാർക്ക് ലഭിക്കുന്നില്ല. ഇടയ്ക്കിടെ നഗരസഭ വിതരണം ചെയ്യുന്ന വെള്ളം മാത്രമാണ് ഇവർക്ക് ആശ്രയം. വേനൽ രൂക്ഷമായതോടെ തൊടുപുഴ, കോലാനി, കൊന്നക്കാമല പ്രദേശവാസികളാണ് കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുന്നത്. പാവപ്പെട്ടവരും കൂലിവേല ചെയ്യുന്നവരുമായ 180ഓളം കുടുംബങ്ങൾ ഇവിടെ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ്. ഇതിനും കഴിയാത്തവർ വിവിധ സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരുന്ന കുടിവെള്ളത്തിനായി ദിവസവും കാത്തിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നഗരസഭയുടെ നേതൃത്വത്തിലും വെള്ളം എത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നവംബർ അവസാനം മുതൽ വെള്ളമില്ലാതെ ചെയ്താ ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത പ്രദേശം കിണറുമില്ല, വെള്ളവും ഇല്ല. 8 മണി രാത്രിക്ക് ഞങ്ങൾ കനാലിൽ പോയി കുളിച്ചിട്ട് വന്നത്. അവിടെ ചെല്ലുമ്പോഴും ഭയങ്കര തിരക്കാണ്. പിന്നെ ഞങ്ങൾക്ക് കാശ് കൊടുത്ത് വെള്ളം മേടിക്കാനുണ്ടോ? പണിയാനും പോകാൻ പറ്റൂലല്ലോ. പിന്നെ അങ്ങനെ ഇങ്ങനെ ഇവർ തന്നെയൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വേനലായി കഴിഞ്ഞാൽ വെള്ളം പരമാവധി ഇല്ല, വെള്ളം ഞങ്ങൾക്ക് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ കാശ് കൊടുത്ത് വെള്ളം മേടിക്കുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടിയതാണ്. ഈ കൊല്ലമാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെള്ളം അടിച്ചുകൊണ്ടിരുന്നത്. വിവിധ കുടിവെള്ള പദ്ധതികൾ പ്രദേശത്തുണ്ടെങ്കിലും കൊന്നക്കാമല നിവാസികൾക്ക് കാലങ്ങളായി ഇത് ലഭ്യമല്ല. 7 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയ ടാങ്കും ഇവിടെയുണ്ട്. എന്നാൽ ഇതും നോക്കുകുത്തിയാണ്. കോലാനി പാർക്കട ഏരിയയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് 24 മണിക്കൂർ വെള്ളം കിട്ടാൻ വേണ്ടിയുള്ള ടാങ്കാണ് പണിത് വെച്ചിരിക്കുന്നത്. അതിൽ നിലവിൽ പൈപ്പ് കിടക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കിടക്കുന്നിടത്താണ് ഇത് കമ്മീഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ഇതിന് വേറെ പൈപ്പിട്ട് തന്നെ ചെയ്യാന്നുള്ള ഇതിലാണ് വാട്ടർ അതോറിറ്റി നിൽക്കുന്നതിനകത്ത്. എത്രയും വേഗം കുടിവെള്ളം ലഭ്യമാക്കുവാൻ അധികൃതർ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 തൊടുപുഴ. വേനൽ കനത്തതോടെ ശുദ്ധജലത്തിന് ബുദ്ധിമുട്ടുകയാണ് തൃക്കരിപ്പൂർ, ഒളവറ, കുറ്റിച്ചിയിലെ 55ഓളം കുടുംബങ്ങൾ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ലഭിക്കുന്ന പൈപ്പ് വെള്ളവും ഇപ്പോൾ വല്ലപ്പോഴുമാണ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഒളവറ, കുറ്റിച്ചി, രാവണങ്കൈ ഭാഗങ്ങളിലെ കുടുംബങ്ങളാണ് ശുദ്ധജലക്ഷാമം അനുഭവിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെയും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെയും പൈപ്പ് ലൈനുകളാണ് പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ആശ്രയം. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും തികയുന്നില്ല. വെള്ളം നമുക്ക് ഒന്നരാടെ ഇല്ല. അത് ഒരു ദിവസം അടിക്കുന്ന രാവിലെ 7 മണിക്ക് വന്നാൽ 11 മണിയാകുമ്പോൾ നിൽക്കും. പിന്നെ വെള്ളമില്ല. അത് കുറച്ച് ഒരു പൈപ്പിലേ വരുന്നില്ല വെള്ളം, സ്പീഡും ഇല്ല. അങ്ങോട്ട് എത്തുമ്പോൾ അത് അളന്ന് പാട്ടോട് നമ്മങ്ങനെ എടുക്കണം. ഒരു 11 മണി വരെ ഈ വെള്ളത്തോടെ തന്നെ കളിക്കണം. വെള്ളം കിട്ടുന്നേ അടിക്കുന്നേ ഇല്ല. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് പൈപ്പ് വെള്ളം ലഭിക്കുക. രാവിലെ 7 മണിക്ക് ആരംഭിച്ച് 11 മണിയോടെ ഇതും നിലയ്ക്കും. ചെറുതും വലുതുമായി പറ്റാവുന്നത്ര പാത്രങ്ങളിൽ വെള്ളം നിറച്ചാണ് ഉപയോഗം. ഇതും കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിനുള്ള നെട്ടോട്ടമാണ്. ദിവസവും ഉച്ചവരെയെങ്കിലും ജലവിതരണം നടത്തിയാലേ ആവശ്യങ്ങൾ നടത്താനാകുമെന്ന് ഇവിടുത്തെ കുടുംബങ്ങൾ പറയുന്നു. വേനൽ കടുത്തതോടെ കുടിവെള്ള പദ്ധതിക്കായി ഉപയോഗിക്കുന്ന കിണറിൽ ജലവിധാനം കുറഞ്ഞതും പ്രയാസം സൃഷ്ടിക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. മൂന്നാറിലെ സമ്പൂർണ്ണ ലോക്ഡൌൺ പിൻവലിച്ച് തിങ്കളാഴ്ച മുതൽ കടകൾ തുറക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ പ്രേംകൃഷ്ണൻ. 4 ദിവസം 10 മണി മുതൽ 5 വരെ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കുന്നതിനാണ് അനുമതി. ജ്വല്ലറി, വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ, ഫാൻസി സ്റ്റോറുകൾ എന്നിവ തുറക്കില്ല. കച്ചവട പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. തിങ്കൾ, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാം. ജ്വല്ലറികൾ, വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ, ഫാൻസി സ്റ്റോറുകൾ ഒഴികെയുള്ളവയ്ക്കാണ് അനുമതി. ആഴ്ചയിൽ 2 ദിവസം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കടകളും പരിസരങ്ങളും അണുവിമുക്തമാക്കും. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്ന ഡ്രൈവർമാരെയും അനുബന്ധ ജോലിക്കാരെയും വീട്ടിലേക്ക് അയക്കില്ല. അവർക്ക് വ്യാപാരികൾ ടൗണിൽ താമസ സൗകര്യമൊരുക്കണം. തമിഴ്നാട്ടിലെ ബന്ധുക്കളെയും ജോലിക്കാരെയും മൂന്നാറിലെത്തിക്കാൻ ശ്രമിച്ചാൽ നിയമ നടപടികൾ സ്വീകരിക്കും. മൂന്നാർ മേഖലയിൽ അസുഖം വീണ്ടും റിപ്പോർട്ട് ചെയ്താൽ അനുമതികൾ പൂർണ്ണമായി പിൻവലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിങ്കളാഴ്ച 20-ാം തീയതി മുതൽ ഫംഗ്ഷനിലാക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഫംഗ്ഷനിലാക്കുമ്പോഴും ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വരുന്ന ആഴ്ച മൂന്നാർ മാർക്കറ്റ് തിങ്കൾ, ചൊവ്വ, വ്യാഴം, ശനി ഈ 4 ദിവസങ്ങളിലായിരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നത്. അത് ഫംഗ്ഷനിങ് ടൈം 10 മുതൽ 5 വരെ ആയിരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ വെഹിക്കിൾസ് ടൗണിനകത്ത് പെർമിറ്റഡ് അല്ല. കുട്ടികൾ, മുതിർന്ന ആളുകൾ, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ ടൗണിൽ പെർമിറ്റ് ചെയ്യത്തില്ല. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ടൗൺ ഏരിയയിലുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുത്തത്. ലൈൻസിൽ നിന്നുള്ള ആളുകൾ കഴിയുന്നതല്ല, മസ്റ്റായിട്ട് തന്നെ ബസാറുകളിൽ നിന്ന് തന്നെ ഷോപ്പ് ചെയ്യുക.
ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം നിലനിൽക്കുമ്പോഴും മൂന്നാറിൽ തിരക്ക് വർദ്ധിച്ചതാണ് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിക്കാൻ ജില്ലാ ഭരണകൂടത്തെ നിർബന്ധിതമാക്കിയത്. പുതിയ കോവിഡ് കേസുകൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും ജില്ലയെ ഓറഞ്ച് മേഖലയായി പ്രഖ്യാപിച്ചതുമാണ് പുതിയ തീരുമാനത്തിലേക്ക് നയിച്ചത്. ന്യൂസ് 18 മൂന്നാർ. കാസർഗോഡ് തെക്കിൽ വില്ലേജിൽ ആരംഭിക്കുന്ന കോവിഡ് ആശുപത്രിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പ്രവർത്തികൾക്ക് വേഗം കൂട്ടാൻ 30 JCBകൾ ഉപയോഗിച്ചാണ് നിലം നിരപ്പാക്കുന്നത്. എത്രയും വേഗം ഭൂമി നിരപ്പാക്കി ടാറ്റ ഗ്രൂപ്പിന് കൈമാറാനാണ് തീരുമാനം. ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കോവിഡ് ആശുപത്രി വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നത്. ഇതിനായി നാടൊന്നാകെ കൈകോർക്കുകയാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ ഭൂമി നിരപ്പാക്കുന്നത് തുടരുകയാണ്. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ സൗജന്യമായി വിട്ടു നൽകിയ 30 മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടാണ് അതിവേഗം നിലം നിരപ്പാക്കുന്നത്. ഒപ്പം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പാറകളും പൊട്ടിക്കുന്നുണ്ട്. ചെരിവുള്ള പ്രദേശമായതിനാൽ നിലം നിരപ്പാക്കലിന് 2 ആഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. നമ്മുടെ സംസ്ഥാനത്ത് COVID-19 സ്ഥിരീകരിച്ചപ്പോൾ കർണാടക ഗവൺമെൻറ് കാസർഗോഡിൻ്റെ അതിർത്തികളെല്ലാം മണ്ണിട്ട് മൂടുകയായിരുന്നു. ഈ അവസരത്തിൽ നമ്മളെ സഹായിക്കുന്നതിനായി ടാറ്റ ഗ്രൂപ്പ് നമ്മുടെ സർക്കാർ ഒന്നിച്ച് കാസർഗോഡിന് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിച്ചു നൽകാമെന്ന് ഏറ്റിരിക്കുകയാണ്. ടാറ്റയുടെ 10 സാങ്കേതിക വിദഗ്ധരാണ് നിർദ്ദിഷ്ട കോവിഡ് ആശുപത്രി നിർമ്മാണത്തിനായി കാസർഗോട്ടുള്ളത്. നിലം പടി പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രീഫാബ് സാമഗ്രികളും 100ഓളം തൊഴിലാളികളും കാസർഗോട്ടെത്തും. 5 കിടക്കകൾ വിരിക്കാൻ പറ്റുന്ന മുറികളാണ് കോവിഡ് ആശുപത്രിക്കായി പണിയുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലം COVID-19 പ്രതിരോധ അവലോകന യോഗം നടന്നു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യോഗത്തിൽ പങ്കെടുത്തു. ആറ്റിങ്ങലിൽ നിന്ന് 1,38,558 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. മന്ത്രി സംഭാവന ഏറ്റുവാങ്ങി. ആറ്റിങ്ങൽ നഗരസഭയിൽ B. സത്യൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ നഗരസഭാ ചെയർമാനും മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലോക്ഡൌണിൽ പഠനം ലോക്കാകാതിരിക്കാൻ ഓൺലൈൻ ക്ലാസ് മുറി സജ്ജമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം നെടുവേലി ഗവൺമെന്റ് ഹൈസ്കൂൾ. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എല്ലാ ദിവസവും വിവിധ വിഷയങ്ങളിലാണ് ക്ലാസ്. അടച്ചിടൽ കാലം പഠനത്തെ ബാധിക്കരുതെന്ന ചിന്തയാണ് ഓൺലൈൻ ക്ലാസുകൾ ഒരുക്കാൻ അധ്യാപകരെ പ്രേരിപ്പിച്ചത്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിലാണ് ക്ലാസുകൾ. സ്വന്തം വീടുകളിലിരുന്നാണ് അധ്യാപകർ ക്ലാസ് എടുക്കുന്നത്. കുട്ടികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതാത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ ഒരു വീഡിയോ രൂപത്തിൽ ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് അതാത് ഗ്രൂപ്പുകൾ നൽകുകയും ചെയ്യുന്നു. വർഷീറ്റും നൽകുന്നു. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ സംശയങ്ങൾ എല്ലാവരും അധ്യാപകരോട് ചോദിക്കാനും പിറ്റേ ദിവസം 10 മണിക്ക് തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ ഗ്രൂപ്പുകൾ നൽകുന്നു. വീട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദിവസവും രാവിലെ 11 മണിക്ക് കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിലെത്തും. വീഡിയോയിലൂടെയും വർക്ക്ഷീറ്റിലൂടെയും അധ്യാപകർ ക്ലാസ് എടുക്കും. ഓരോ ഡിവിഷനും പ്രത്യേകം വാട്സാപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ദിവസങ്ങൾ കഴിയുന്തോറും ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. ഈ ഡൗട്ട്സ് ഒക്കെ നമുക്ക് എങ്ങനെ ക്ലിയർ ആയെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സ്കൂളിലെ സാറുമാരും ടീച്ചേഴ്സും എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നത്. ഇതിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ് ഒക്കെ തരും. അതിലൂടെ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഓരോ ടോപ്പിക്കിനെ ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾക്ക് വീഡിയോ അയച്ചു തരും. ആ വീഡിയോയ്ക്ക് ഭാഗമായിട്ടുള്ള വർക്ക്ഷീറ്റുകൾ അയച്ചു തരും. ഈ വർക്ക്ഷീറ്റ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുമ്പ് പഠിച്ചൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിൽ സന്തുഷ്ടരാണ് രക്ഷിതാക്കളും. ഒരുപാട് ദിവസത്തെ ഗ്യാപ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവർക്ക് ഇനിയുള്ള പരീക്ഷകൾ അവർ എങ്ങനെ പഠിക്കുമോ, ഉഴപ്പും പരീക്ഷയുടെ ഡേറ്റും അറിഞ്ഞില്ല. അവരൊക്കെ ആകെ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അധ്യാപകർ അവസരോചിതമായി ഇങ്ങനെ ഒരു ക്ലാസ് നടത്തുന്നതിനെ കുറിച്ച് അറിയിക്കുകയും ക്ലാസ് നടത്തുകയും ചെയ്യുന്നത്. ഏപ്രിൽ 12 അധ്യാപകരും ജീവനക്കാരും ഓൺലൈനായി പങ്കെടുത്ത ചടങ്ങിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ C. മനോജ് കുമാറാണ് ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്ഡൌൺ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പാനീയങ്ങളും ലഘുഭക്ഷണവും വിതരണം ചെയ്ത് മാതൃകയാക്കുകയാണ് ദുബായിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ യുവാവ്. കൊല്ലം സ്വദേശി സജീവാണ് നഗരത്തിലെ പോലീസുകാർക്ക് ആശ്വാസമാകുന്നത്. പൊരിവെയിലിൽ ലോക്ഡൌൺ ഡ്യൂട്ടി നിർവഹിക്കുന്ന പോലീസുകാർക്ക് പാനീയങ്ങളും ലഘുഭക്ഷണങ്ങളുമായാണ് സജീവിന്റെ യാത്ര. നഗരത്തിലെ 7 കേന്ദ്രങ്ങളിലെ പോലീസുകാർക്കാണ് സജീവ് ലഘുഭക്ഷണം എത്തിക്കുന്നത്. ഇഞ്ചിച്ചായ, നാരങ്ങവെള്ളം, സംഭാരം, ബ്രെഡ്, കേക്ക് തുടങ്ങിയവയാണ് പോലീസുകാർക്ക് വേണ്ടി സജീവ് കരുതിയിട്ടുള്ള വിഭവങ്ങൾ. ഭയങ്കരമായ വെയിലത്ത് വരെല്ലാം ശരിക്കും നമുക്ക് വേണ്ടി ഇപ്പം പാടുവരുന്ന ഇവർ ഹെൽത്തുകാരുമാണ്, പോലീസും ഹെൽത്തുമാണ്. അതുകൊണ്ട് നമുക്കൊരു മനസ്സുകൊണ്ടൊരു തോന്നൽ. അങ്ങനെ ഞാൻ തുടങ്ങിയത് കഴിഞ്ഞ 5-ാം തീയതി തുടങ്ങിയതാണ്. നമ്മുടെ പിണറായി സാർ പറയുന്നതിനേക്കായി മുന്നേ തുടങ്ങിയതാണ്.
ഒരു മാസവും 10 ദിവസത്തോളമായി. സജീവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പോലീസിന് പറയാൻ നല്ല വാക്കുകൾ മാത്രം. പുള്ളിയുടെ പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ വളരെ അധികം സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ കൊല്ലം സിറ്റിയുടെ എല്ലാ മുക്കും മൂലയിലും പുള്ളി ഒറ്റയ്ക്ക് നടന്നു. ഇത്രയും സാധനങ്ങൾ, മോരും വെള്ളം, നാരങ്ങ വെള്ളം, സ്നാക്സ്, അത് കണക്ക് ബ്രെഡ്, അതേപോലുള്ള സാധനങ്ങളെല്ലാം, ചായ ഉൾപ്പെടെ എല്ലാം ഞങ്ങൾക്ക് ആവശ്യാനുസരണം കൊണ്ടുവന്ന് എല്ലാ പോയിന്റിലും തരുന്നുണ്ട്. നാടിന്റെ നന്മയുമായി തട്ടിക്കുമ്പോൾ താൻ ചെയ്യുന്നത് നിസ്സാര കാര്യമെന്ന് സജീവ് പറയുന്നു. മഹാവ്യാധി മായുമ്പോൾ അറബ് നാട്ടിലെ ജോലിയിലേക്ക് മടങ്ങാമെന്ന പ്രതീക്ഷയും സജീവ് പങ്കുവയ്ക്കുന്നു. ന്യൂസ് 18 കൊല്ലം. പൊരിവെയിലിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് മുടങ്ങാതെ ജ്യൂസും കുടിവെള്ളവും നൽകുകയാണ് സാമൂഹ്യ പ്രവർത്തക. വലിയ പറമ്പ് സ്വദേശിനി സലീനയാണ് ദിവസങ്ങളായി ഈ പ്രവൃത്തി തുടരുന്നത്. ലോക്ഡൌൺ കാലത്ത് സദാ ജാഗരൂകരായിരിക്കുന്ന പോലീസുകാർക്ക് മുടങ്ങാതെ കുടിവെള്ളം നൽകുകയാണ് വലിയ പറമ്പ് സ്വദേശിനി സലീന. കടുത്ത വെയിൽ വകവയ്ക്കാതെയാണ് ഇവർ ജോലി ചെയ്യുന്നത്. കടകളൊന്നും തുറക്കാത്തതിനാൽ ഇവർക്ക് കുടിവെള്ളമോ ഒന്നും ആവശ്യത്തിന് കിട്ടിയിരുന്നില്ല. ഇത് മനസ്സിലാക്കിയാണ് സലീന നിത്യവും വെള്ളവും ജ്യൂസും എത്തിക്കുന്നത്. ലോക്ക്ഡൌണിൽ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സേവനം അത്രയേ ഉള്ളൂ. അവർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ്, സന്തോഷമുണ്ട്. ഞാനൊരു ദിവസം മോനെ കൊണ്ട് ഇങ്ങനെ കൈ കേടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കെട്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ വെയിലത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു മനസ്സ് തോന്നിയാണ്, നമുക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ, ആ ഒരു വെയിൽ കൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. സലീനയുടെ പ്രവൃത്തി ഏറെ ആശ്വാസകരമാണെന്നാണ് പോലീസുകാർ പറയുന്നത്. രാവിലെ 10 മണി മുതൽ ജ്യൂസുമായി സലീന ഇറങ്ങും. എരഞ്ഞിമാവ്, മുക്കം, അഗസ്ത്യമുഴി, കുറ്റിപ്പാല, മുക്കംകടവ് പാലം, സംസ്ഥാന പാതയിലെ മുക്കം പാലം എന്നിവിടങ്ങളിലെത്തിയാണ് ജ്യൂസ് നൽകുന്നത്. ലോക്ഡൌൺ കഴിയുന്നതുവരെ ഈ പ്രവൃത്തി തുടരുമെന്ന് സലീന പറഞ്ഞു. ന്യൂസ് 18 മുക്കം. ലോക്ഡൌൺ കാലത്ത് തലസ്ഥാന നഗരിയിൽ നിന്ന് നന്മ നിറഞ്ഞ ഒരു കാഴ്ച. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നഗരത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് സൗജന്യമായി ചായയും പലഹാരവും വിതരണം ചെയ്യുകയാണ് കരമന സ്വദേശി സെയ്ദ്. ലോക്ഡൌൺ ആരംഭിച്ചതു മുതൽ വൈകുന്നേരങ്ങളിൽ നഗരത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ നിറസാന്നിധ്യമാണ് കരമന സ്വദേശി സെയ്ദ്. ലോക്ഡൌണിന്റെ ഭാഗമായി സുരക്ഷയൊരുക്കി ക്ഷീണിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസമേകുന്നത് സെയ്ദ് നൽകുന്ന ചായയും പലഹാരവുമാണ്. വൈകിട്ട് 3 മണിക്ക് നേമം സ്റ്റേഷനിൽ നിന്നാണ് സെയ്ദ് ചായ വിതരണം തുടങ്ങുക. 3.5 മണിക്കൂർ കൊണ്ട് 5 പോലീസ് സ്റ്റേഷനുകളിൽ ചായയും പലഹാരവും സെയ്ദ് എത്തിക്കും. ഒപ്പം വഴിയോരത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും സെയ്ദ് ചായയും പലഹാരവും നൽകും. 7 വയസ്സുകാരനായ മകന്റെ പിറന്നാൾ ആഘോഷിക്കാൻ മാറ്റിവെച്ച തുകയാണ് ഇതിനായി ഉപയോഗിക്കുന്നതെന്ന് സെയ്ദ് പറയുന്നു. മകന്റെ പിറന്നാൾ ആഘോഷിക്കാനും എൻ്റെ വൈഫ് ഹൗസ് കണ്ണൂരാണ്. അതിനുവേണ്ടി കുറച്ച് പൈസ ഞാൻ മാറ്റിവെച്ചിരുന്നു. അങ്ങനെ പോകാൻ പറ്റിയില്ല, അത് ഇതിനുവേണ്ടി ചെലവായിട്ടെന്ന് പറഞ്ഞു. സെയ്ദിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് സുഹൃത്തായ ഉണ്ണിയുടെയും പിന്തുണയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ അന്തിക്കാട് കൃഷിമന്ത്രിയുടെ വീടിന് മുൻപിൽ കഞ്ഞിവെച്ച് യൂത്ത് കോൺഗ്രസ് സമരം. CPI ഓഫീസിൽ നടത്തുന്ന സമാന്തര കമ്മ്യൂണിറ്റി കിച്ചൺ നിർത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഇതേ തുടർന്ന് സമാന്തര അടുക്കള പൂട്ടി. സെക്രട്ടറിനെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച കാര്യം കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ വീടിന് മുന്നിൽ അടുപ്പ് കൂട്ടി കഞ്ഞിവെച്ചായിരുന്നു സമരം. അന്തിക്കാട് CPI ഓഫീസിൽ സമാന്തര അടുക്കള പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ചാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശോഭ സുബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അതേസമയം CPI സമാന്തര അടുക്കള നടത്തുന്ന കാര്യം തനിക്ക് അറിയില്ലെന്ന് മന്ത്രി VS സുനിൽകുമാർ. കേരളത്തിൽ ഒരു സ്ഥലത്തും വേറെ കിച്ചൺ പാടില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ കിച്ചൺ നിർത്താം, ജില്ലാ പഞ്ചായത്തിന്റെ കിച്ചൺ നിർത്താം, നിങ്ങൾ മാത്രമായിരിക്കും ചൂട്ട് കത്തിച്ചു കൊടുക്കൽ. എന്ത് വേണ്ടിത്തരം അങ്ങനെ സംഭവം നടന്നിട്ടില്ല സുഹൃത്തെ. അതേസമയം AIYFന്റെ നേതൃത്വത്തിൽ മാർച്ച് 26 മുതൽ 22 ദിവസമായി അന്തിക്കാട് ചടയമറി സ്മാരകത്തിൽ പ്രവർത്തിച്ചിരുന്ന AIYFന്റെ അടുക്കള പോലീസ് ഇടപെട്ട് അടപ്പിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി. ന്യൂസ് 18 അന്തിക്കാട്. കൊല്ലം പുനലൂരിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത അച്ഛനെ മകൻ ചുമലിലേറ്റി നടന്ന സംഭവത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ പരാതിയുമായി കുടുംബം. രോഗിയായ ജോർജിനെയും കുടുംബത്തെയും അപമാനിക്കുന്ന തരത്തിൽ പരസ്യ പ്രതികരണം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ജോർജിന് നടന്നു പോകുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നുമായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ പ്രതികരണം. സൂപ്രണ്ടിന്റെ നിലപാടിൽ സംശയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം പരാതി നൽകുന്നത്. കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സമൂഹമാധ്യമത്തിലൂടെ പ്രചരണം നടത്തിയ 4 പേർക്കെതിരെ കുളത്തൂപ്പുഴ പോലീസിന് പരാതി നൽകി.
കോവിഡ് പ്രതിരോധത്തിന് മാസ്കുകൾ സൗജന്യമായി നിർമ്മിച്ചു നൽകി മാതൃകയാക്കുകയാണ് തയ്യൽ തൊഴിലാളികൾ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 6 ലക്ഷം മാസ്കുകളാണ് ഇതിനകം നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി മറ്റെല്ലാം മറന്ന് മാസ്ക് നിർമ്മാണത്തിലാണ് തയ്യൽ തൊഴിലാളികൾ. ലോക്ഡൌണിനെ തുടർന്ന് വരുമാനം നിലച്ചിട്ടും മാസ്കുകൾ സൗജന്യമായാണ് തൊഴിലാളികൾ നിർമ്മിച്ചു നൽകുന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ കീഴിൽ 6 ലക്ഷം മാസ്കുകളാണ് നിർമ്മിച്ചു നൽകിയത്. ഇതിൽ 4 ലക്ഷം മാസ്കുകൾ സർക്കാരിന് കൈമാറി. ബാക്കി 2 ലക്ഷം വിവിധ ആശുപത്രികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വിതരണം ചെയ്തു. കേരളത്തിലെമ്പാടും ആതുരസേവാ രംഗത്തുള്ള വിവിധ ഹോസ്പിറ്റലുകൾക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ എടുത്ത് തന്നെ പറയുമ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് 1500 മാസ്ക്, RCCക്ക് 1500 മാസ്ക്, ശ്രീചിത്രയ്ക്ക് 1500 മാസ്ക്, SITക്ക് 1500 മാസ്ക്, ഇങ്ങനെ വിവിധ ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം കേരളത്തിലെ പോലീസ് വിഭാഗം ഞങ്ങളാൽ കഴിയുന്നത് അണ്ണാൻകുഞ്ഞും തന്നാലായത് എന്നുള്ള രീതി എന്ന് പറയും പോലെ ഞങ്ങൾ തയ്യൽക്കാർ തുന്നിയ ആ മാസ്ക് അവർക്കും ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. തയ്യൽ തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും മാസ്കുകൾ നിർമ്മിച്ചു വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അരീക്കോട് താലൂക്ക് ആശുപത്രി അണുവിമുക്തമാക്കി സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ. പറവകൾക്കായി 5 തണ്ണീർക്കുടവും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്താണ് അരീക്കോട്. OP, ലാബ്, ആംബുലൻസ് അടക്കം എല്ലാ വിഭാഗവും അണുവിമുക്തമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊറോണ കെയർ സെന്ററിൽ അണുനശീകരണം നടത്തി. നാഷണൽ ഹെൽത്ത് മിഷൻ മൊബൈൽ മെഡിക്കൽ ടീമിന്റെയും റിയൽ ഫൈറ്റേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെയും നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. ക്വാറന്റീനിൽ കഴിയുന്ന ആളുകൾക്ക് താമസമൊരുക്കിയ മുറികൾ, ശുചിമുറികൾ, ഓഫീസ്, വാഹനങ്ങൾ തുടങ്ങിയവയാണ് അണുവിമുക്തമാക്കിയത്. NHM മെഡിക്കൽ ടീമിന്റെ നിയന്ത്രണത്തിൽ ഹജ്ജ് ഹൌസിൽ പ്രവർത്തിച്ചിരുന്ന കോവിഡ് കെയർ സെന്റർ കൂടുതൽ സൌകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി 1.5 ആഴ്ചയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ 12 പേരാണ് ഇവിടെ ക്വാറന്റീനിൽ കഴിയുന്നത്. മെഡിക്കൽ ടീം സേവനം നൽകുന്നതിനായി ഡോക്ടർമാരടക്കം 7 ജീവനക്കാരും ട്രോമ കെയർ വോളണ്ടിയർമാരും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഷിബുലാലിന്റെ നിർദ്ദേശാനുസരണം ഡോക്ടർ അബ്രാൻ ഹസൻ, PROമാരായ ബിഗിൻ, ജിതേഷ് എന്നിവർ അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 കൊണ്ടോട്ടി. പാവറട്ടിയിൽ കള്ളവാറ്റ് നടത്തിയ പെരുവല്ലൂർ സ്വദേശി പിടിയിൽ. അരീക്കര വീട്ടിൽ പ്രദീപാണ് പിടിയിലായത്. 100 ലിറ്റർ വാഷും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. പാവറട്ടി CI MK രമേശിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് വാഷും വാറ്റാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും അനുബന്ധ സാമഗ്രികളും പിടിച്ചെടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കൊല്ലം അഞ്ചലിൽ വീട്ടിൽ ചാരായം വാറ്റിയ യുവാവ് അറസ്റ്റിൽ. മലവട്ടം വടമൺ കൈരളിൽ സുജിത്താണ് പിടിയിലായത്. ഇയാൾ ചാരായം വാറ്റുന്നതായി അഞ്ചൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. പോലീസ് എത്തിയതോടെ ഇയാൾ കോടചരിച്ച് കളഞ്ഞു. വാറ്റ് ഉപകരണങ്ങൾ പിടികൂടി. കോവിഡ് കാലത്ത് ബിരിയാണി വെച്ച് ആഘോഷം. മലപ്പുറം വളാഞ്ചേരിയിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാളിയാല സ്വദേശി നടക്കാവിൽ ജംഷീറാണ് പിടിയിലായത്. 10ഓളം പേർക്കെതിരെ കേസെടുത്തു. വളാഞ്ചേരി കാളിയാലിലാണ് ബിരിയാണി വെച്ച് ആഘോഷിച്ചത്. കൂട്ടം ചേർന്ന് ബിരിയാണി പാകം ചെയ്യുന്നതും കഴിക്കുന്നതുമായ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ടിക്ടോക്കിലടക്കം വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കായംകുളം കറ്റാനത്ത് വ്യാജ ഡോക്ടർ അറസ്റ്റിലായി. തൃശൂർ ചാവക്കാട് സ്വദേശി രാജ്കുമാറിനെയാണ് വള്ളികുന്നം പോലീസ് പിടികൂടിയത്. 6 വർഷമായി വിവിധ ആശുപത്രികളിൽ ഇയാൾ ചികിത്സ നടത്തിയതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. കറ്റാനത്തിന് സമീപം നെല്ലിമൂട്ടിലെ വീട്ടിൽ നിന്നാണ് രാജ്കുമാറിനെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കെത്തിയ രോഗി സംശയം തോന്നി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയതിനൊടുവിലായിരുന്നു അറസ്റ്റ്. അക്യുപങ്ചർ ചികിത്സയിലുള്ള അറിവ് ഉപയോഗിച്ചാണ് അലോപ്പതി ചികിത്സ നടത്തിയിരുന്നത്. ഫിസിഷ്യൻ എന്ന നിലയിൽ പല ആശുപത്രികളിലും ജോലി ചെയ്തിരുന്നതായും പോലീസ് പറഞ്ഞു. MBBS MD ജനറൽ മെഡിസിൻ ഫിസിഷ്യൻ എന്ന ബോർഡ് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഡെയിലി ഒരു 10-30 പേര് പേഷ്യൻസ് കൺസൾട്ടിംഗ് ഉണ്ട്. ഇദ്ദേഹം ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യൻ്റ് തന്ന ഇൻഫർമേഷൻ്റെ പുറത്താണ് പോലീസ് അവിടെ പോയി സെർച്ച് ചെയ്തതും പുള്ളി അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹം 2014 തൊട്ട് കറ്റാനം ഏരിയയിലുണ്ട്. 6 മാസമായി വീട്ടിൽ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് വിവിധ ഹോസ്പിറ്റലിലായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. തൃശൂർ ചാവക്കാട് സ്വദേശിയായ രാജ്കുമാർ 4 വർഷം മുൻപാണ് കറ്റാനത്തെത്തിയത്. ക്ലിനിക്കിലും വീട്ടിലുമായി ബോർഡ് വെച്ച് ആളുകളെ ചികിത്സിച്ചിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്ന് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും പോലീസ് കണ്ടെത്തി. ന്യൂസ് 18 കായംകുളം. കാർഷിക കേരളം.
നെൽകൃഷിക്ക് പുറമെ പച്ചക്കറി കൃഷിയിലും സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് പഞ്ചായത്ത്. പാട്ടത്തിനെടുത്ത സ്ഥലങ്ങളിലും തരിശുനിലങ്ങൾ കൃഷിയോഗ്യമാക്കിയുമാണ് കർഷകർ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഇടക്കാല വിളയായ പച്ചക്കറി കൃഷി ലാഭകരമാണെന്നാണ് കർഷകരുടെ അഭിപ്രായം. വിവിധയിനം പയറുകൾ, പടവലം, പാവയ്ക്ക, വെള്ളരി തുടങ്ങിയ പച്ചക്കറികളാണ് വള്ളിക്കോട് പഞ്ചായത്തിലെ പാടങ്ങളിൽ കർഷകർ നട്ടുപരിപാലിക്കുന്നത്. നെൽകൃഷിക്ക് പുറമെ പച്ചക്കറി കൃഷിയിലും സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ലക്ഷ്യം. രാസവള പ്രയോഗങ്ങളില്ലാതെ പൂർണ്ണമായും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ മെച്ചപ്പെട്ട വരുമാനമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. പയർ നല്ലൊരു കൃഷിയാണ്, മറ്റു കൃഷിയുടെ കൂട്ടല്ല. മറ്റേ കൃഷിയാണെന്നെങ്കിൽ ആഴ്ച 2 പ്രാവശ്യത്തെ വിളവെടുപ്പുള്ളൂ. പയറാകുമ്പം ആഴ്ച എങ്ങനെയായാലും 3 ദിവസം 4 ദിവസം പയർ പറിക്കാൻ കഴിയും. പച്ചക്കറി കൃഷിക്ക് പുറമെ കൂടുതൽ വരുമാനം ലഭിക്കുന്നതും ഉൽപാദന ചെലവ് കുറവുള്ളതുമായ എള്ള് കൃഷിയും ഇവിടെ കർഷകർ ചെയ്തു വരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എള്ള് കൃഷി ആരംഭിച്ചു. ഈ നെല്ല് കൃഷി കഴിഞ്ഞിട്ടുള്ള ഒരു ഇടവേളയ്ക്കൊപ്പം നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ഇച്ചിരി ആദായകരമാണ്. കുറച്ചു കാലം കൊണ്ട് തന്നെ കൂടുതൽ വിളവുണ്ടാവുന്നു. അതാണ് മെയിനായിട്ടും കാരണം. പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്ത്, വളം, സബ്സിഡി എന്നിവ കൃഷിവകുപ്പിൽ നിന്നുമാണ് കർഷകർക്ക് ലഭ്യമാക്കുന്നത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിനായി പ്രത്യേക വിപണി സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. നമ്മളൊരു ജീവനി എന്ന് പറയുന്ന ഇപ്പോൾ ഗവൺമെൻറ് പുതിയ പദ്ധതി പ്രകാരം പച്ചക്കറി കൃഷിയിൽ ഒരു സ്വയം പര്യാപ്തത ആണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതനുസരിച്ചുള്ള പദ്ധതികളാണ് നമ്മൾ ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വിത്തുകൾ സൗജന്യമായി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ 5 ക്ലസ്റ്ററുകളാണുള്ളത്. ഒരു ക്ലസ്റ്ററിന് ഏകദേശം 75,000 രൂപ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കൊടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കോഴിക്കോട് മുക്കം സ്വദേശി അബ്ദുൾ മജീദിന് പട്ടിണി കിടക്കേണ്ടി വരില്ല. ആവശ്യമുള്ള പഴവും പച്ചക്കറിയും പാലും അടക്കമുള്ളതെല്ലാം മജീദിന്റെ വീട്ടിൽ തന്നെയുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം പൂർണ്ണമായും കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞതാണ് ലോക്ഡൌൺ കാലയളവിൽ മജീദിനും കുടുംബത്തിനും തുണയായത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ പഴവും പച്ചക്കറികളുമെല്ലാം അബ്ദുൾ മജീദിന്റെ പുരയിടത്തിലുണ്ട്. 1.5 ഏക്കർ വരുന്ന പാടത്തും പറമ്പിലും പൂർണ്ണമായും ജൈവകൃഷിയാണ്. കൂടാതെ പശുവിനെയും വളർത്തുന്നു. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പാലിന് പുറമെ ചാണകത്തിൽ നിന്നും പാചകവാതകവും ഉൽപ്പാദിപ്പിക്കുന്നു. മത്സ്യകൃഷി ഉള്ളതിനാൽ പുറത്തുനിന്ന് മത്സ്യവും വാങ്ങേണ്ടി വരുന്നില്ല. വീട്ടിലേക്ക് ആവശ്യമായ വൈദ്യുതി സോളാർ പ്ലാന്റിൽ നിന്നും ലഭിക്കും. വൈദ്യുതി പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെ സോളാർ ആയതുകൊണ്ട് പിന്നെ വൈദ്യുതി പ്രശ്നമില്ല. പിന്നെ നമുക്ക് പഴവർഗ്ഗങ്ങളാണ്. ഈ പഴവർഗ്ഗങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്, നമുക്ക് ഉപയോഗിക്കും. അപ്പം മൊത്തത്തിൽ പുറത്ത് പോവാതെ തന്നെ വേണമെങ്കിൽ ഇവിടെ കഴിയാം. അതുപോലെ തന്നെ സാരെങ്കിലെ സ്വാശ്രയ പരീക്ഷണങ്ങളാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാം. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷം പൂർണ്ണമായും കാർഷിക വൃത്തിക്കായി സമയം നീക്കിവച്ചിരിക്കുകയാണ് ഓഡിറ്റ് വിഭാഗം സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന അബ്ദുൾ മജീദ്. അതിർത്തി അടയ്ക്കുമ്പോൾ പട്ടിണിയിലാകുമോ എന്ന ആശങ്കയാണ് മലയാളിക്കുള്ളത്. അത്തരം ആശങ്കകൾക്കൊന്നും അബ്ദുൾ മജീദിന്റെ വീട്ടിൽ സ്ഥാനമില്ല. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക്. വീട്ടിലെ TV. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് മടുത്ത് അവസാനം UKG വിദ്യാർത്ഥി ജ്യോതിഷ് അടുക്കളയിൽ കയറിയപ്പോൾ ഈ ദൃശ്യത്തോടെ നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം. Today we are making Dubai shake. First we want to add some milk, add some nuts, add some sugar, add some